ലോകത്തിലെമ്പാടും പോയാൽ, നമ്മുടെ കയ്യിലൊക്കെ ഇപ്പൊ മൊബൈൽ ഫോണും മറ്റ് മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, എവിടെ നോക്കിയാലും കാണാവുന്ന ഒരു കാര്യമാ ഇങ്ങനെ തെരുവോരങ്ങളിലും കവലകളിലൊക്കെ നിന്ന് സുവിശേഷം അറിയിക്കുന്നത്. ഞാന് ഈ ദിവസങ്ങളിൽ കേട്ട ഒരു മനോഹരമായ ഒരു വാക്കുണ്ട്. അതിതായിരുന്നു: ചില ദിവസങ്ങൾക്ക് മുമ്പ് ടൈലർ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാൽ വെടിയേറ്റ് മരിക്കപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ചെയ്ത കുറ്റം ഇതുപോലെ അമേരിക്കയുടെ മണ്ണിൽ പോയി സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്കയിൽ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളോട് സുവിശേഷം അറിയിച്ചപ്പോൾ, പാപമോചനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യൻ പാപവഴികൾ വിട്ട് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, ഒരു പക്ഷേ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിട്ടുള്ള വ്യക്തി ആയിരിക്കാം, അല്ല എങ്കിൽ കൊടിയ പാപപ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്ത് അതിൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ ഉള്ളിലേക്കായിരിക്കാം ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ഈ ദൈവദാസന്റെ സന്ദേശം എത്തിച്ചേരുവാനിടയായത്. അത് പകയായിട്ട് ഈ ടൈലർ റോബിൻസിന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഒരു ദിവസം നിറഞ്ഞ സദസ്സിനെ നോക്കി സുവിശേഷം സംസാരിച്ചുകൊണ്ടിരുന്ന ചാർലി കിർക്കിന്റെ നെഞ്ചിലേക്ക് ഈ ടൈലർ റോബിൻസൺ ചില ദിവസങ്ങൾക്ക് മുമ്പ് നിറയൊഴിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ചാർലി കിർക്കിന്റെ ആ മരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ വിലപിക്കുകയും കരയുകയും ചെയ്തു. ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് പോലും ആകാമായിരുന്ന ഈ ചാർലി കിർക്കിനെ വധിച്ചപ്പോൾ, കേവലം 39 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ വ്യക്തിയെ വധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ടായിരുന്നു, 2 പിഞ്ചോമനകളും ഒരു ഭാര്യയും. എറിക്ക കിർക്ക് എന്ന് പറയുന്ന ചാർലി കിർക്കിന്റെ ഭാര്യ, ആ സഹോദരി ഈ ടൈലർ റോബിൻസൺ എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞ വാക്ക് അതാ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ സഹോദരി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? പിഞ്ചോമനകളായ തന്റെ മക്കളെ ഈ ലോകത്തിൽ തനിച്ചാക്കി ആ കുഞ്ഞുങ്ങളുടെ ജീവിതം കാണുവാൻ പോലും സാധിക്കാതെ തന്റെ പ്രിയപ്പെട്ടവനെ നിറയൊഴിച്ചു കൊന്ന ഈ ടൈലർ റോബിൻസനെ നോക്കി ഈ എറിക്ക കിർക്ക് എന്ന് പറയുന്ന ചാർലി കിർക്കിന്റെ ഭാര്യ പറഞ്ഞ വാക്കിതായിരുന്നു: ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിസാരപ്പെട്ട ഒരു കാര്യത്തിൽ നമുക്കൊക്കെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുമായിരിക്കും. നിസാരമായ കാര്യത്തിൽ പോലും ഇന്ന് പലപ്പോഴും ആളുകൾ ക്ഷമിക്കത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു കൂട്ടിയ ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ പോലും വർഷങ്ങൾ കഴിഞ്ഞാലും പക മനസ്സിൽ കൂട്ടിക്കൊണ്ട് ഒരവസരം കിട്ടിയാൽ ഉപദ്രവിക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തന്റെ യൗവനത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ തന്റെ സ്വന്തം പ്രിയതമനെ നഷ്ടപ്പെടുത്തിയ ആ വ്യക്തിയെ നോക്കി ഈ സഹോദരി പറഞ്ഞ വാക്കിയതായിരുന്നു: ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇപ്രകാരം ഒരു വാക്ക് പറയാൻ സാധിക്കുക? ക്ഷമിച്ചു എന്ന് പറയുവാൻ സാധിക്കുന്നത് എപ്പോഴാ? ഞാന് അതിന്റെ സാഹചര്യം കൂടി ഞാൻ വേഗത്തിൽ നിങ്ങളോടൊന്ന് പറയാം. ആദ്യമായിട്ട് കൊടും കുറ്റവാളികളോട് ക്ഷമിക്കുവാൻ പറഞ്ഞ വ്യക്തി ആരായിരുന്നെന്നറിയാമോ? അത് ഇന്നേക്ക് 2000 വർഷം മുമ്പ് യെരുശലേമിലെ ഗോൽഗോഥായിലെ ഒരു മരക്കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആദ്യം പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് 7 മൊഴികൾ പറഞ്ഞതിൽ ഒരു മൊഴി ഇങ്ങനെയായിരുന്നു: തന്നെ പരിഹസിക്കുന്ന പടയാളികളെ നോക്കിക്കൊണ്ട്, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ പറയുന്ന ആ പടയാളികളെ നോക്കിക്കൊണ്ട്, തന്റെ മുമ്പിൽ അടുത്തായി കിടക്കുന്ന കുറ്റവാളികൾ അവർ ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ട്, കടന്നു പോകുന്ന ക്രിസ്തുവിനെ നിന്ദിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കും ഇത് തന്നെയായിരുന്നു:
പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താ എന്ന് ഇവരറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിനെ മനസ്സിലാക്കിയ വ്യക്തികൾക്ക് മാത്രമേ ക്ഷമയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിനെ കണ്ടെത്തിയ വ്യക്തികൾക്ക് മാത്രമേ ഏത് മനുഷ്യനെ സ്നേഹിക്കുവാൻ, പറയുവാൻ, പഠിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇത് എരിക്കാക്കർക്ക് മാത്രം പറഞ്ഞ വാക്കല്ല ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയുടെ മണ്ണിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെയും 2 കൊച്ചു കുഞ്ഞുങ്ങളെയും കാറിലിട്ട് ചുട്ടുകൊന്നു. എന്നാൽ ആ ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്ന ആ വ്യക്തിയുടെ, ആ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ തന്റെ ഭർത്താവിന്റെ ഘാതകരോട് പറഞ്ഞ വാക്ക് ഇത് തന്നെയായിരുന്നു: ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അതിലും മുമ്പേ 1956 ഇക്വാഡോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആഫ്രിക്കയിലെ ഒരു വനാന്തരമായിരുന്നു, ചൈനയിലെ ഒരു വനാന്തരമായിരുന്നു ഇക്വാഡോർ. അവിടെ 5 സുവിശേഷകർ ഇതുപോലെ സുവിശേഷവുമായി കടന്നു വന്നു. ആഫ്രിക്കയിൽ അല്ല, ചൈനയിൽ ഇരുണ്ട അവസ്ഥയിൽ കിടന്ന ആ വ്യക്തികൾ, മനുഷ്യനെ കൊന്നു തിന്നുന്ന നരഭോജികളായിരുന്ന വ്യക്തികൾ, സംസ്കാരം ഒട്ടുമില്ലാതിരുന്ന ആ വ്യക്തികളുടെ അടുക്കലേക്കായിരുന്നു ജിം എലിയറ്റും മറ്റ് 4 സഹോദരന്മാരും കൂടി സുവിശേഷവുമായി കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്ന്, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ കൊന്നു തിന്നുന്ന വ്യക്തികളായിരുന്നു. യാതൊരു രീതിയിലും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഈ വ്യക്തികളുടെ അടുക്കലേക്ക് സുവിശേഷവുമായി കടന്നു വന്നപ്പോൾ ജിം എലിയറ്റൊക്കെ ചെയ്തൊരു കാര്യമുണ്ട്. ഭക്ഷണപ്പൊതികൾ, മനോഹരമായ ഭക്ഷണപ്പൊതികൾ ആദ്യമേ ഇവർക്ക് അയച്ചു കൊടുത്തു. ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ ഈ ഭക്ഷണ പൊതികൾ ഇവർക്ക് താഴേക്ക് എത്തിച്ചു കൊടുത്തു. ഭക്ഷണപ്പൊതികൾ കണ്ട് അത് കഴിക്കുവാനായിട്ട് ഇവർ ഇറങ്ങി വന്നു. ഈ വനാന്തരത്തിൽ കിടക്കുന്ന മനുഷ്യർ, ഇക്വാഡോറിലുള്ള ഈ മനുഷ്യർ ഇറങ്ങി വന്നു. എന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപക്ഷെ ഇവരെ തങ്ങളെ സ്വീകരിക്കുമെന്നുള്ള ചിന്തയിൽ ഈ ജിം എലിയറ്റും മറ്റു 4 യുവ സുവിശേഷകരും അവരുടെ അടുക്കലേക്ക് സ്നേഹത്തിന്റെ സന്ദേശവുമായി കടന്നു വന്നു. പക്ഷേ ഭക്ഷണം കഴിച്ചുവെങ്കിലും മനുഷ്യനെ കണ്ടിട്ടില്ലാതിരുന്ന ഈ ഇക്വാഡോറിലെ ഈ വ്യക്തികൾ ചെയ്ത കാര്യം എന്തായിരുന്നെന്നറിയാമോ? വിഷം പുരട്ടിയ കൂർത്ത അമ്പുകൾ കൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് സ്നേഹത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ആ 5 ദൈവദാസന്മാരെയും അവർ വിഷം പുരട്ടിയ കൂർത്ത അമ്പുകൊണ്ട് ആ നിമിഷം തന്നെ കൊന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സുവിശേഷകരൊക്കെ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പറയും, ഇവർ ചെയ്ത ദോഷം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇരുട്ടിൽ കിടന്ന ആളുകൾക്ക് വെളിച്ചം പകർന്നു കൊടുത്തതാണോ ഇവർ ചെയ്ത ദോഷം? വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തതാണോ ഇവർ ചെയ്ത ദോഷം? ചാർലി കിർക്ക് ചെയ്ത ദോഷം എന്താ? അദ്ദേഹം വളരെ സാമൂഹികമായി പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന അമേരിക്കയിലെ യുവജനങ്ങളെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു മറ്റൊരു സംഘടനയിലൂടെ നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. ഇതൊക്കെ മനുഷ്യന് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുന്നത്? ഇനി ജിം എലിയറ്റിന്റെ കഥയുടെ അടുത്ത ഭാഗം കൂടി പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. തന്റെ ഭർത്താവും മറ്റു 4 സഹോദരങ്ങളും സുവിശേഷവുമായി പോയിട്ട് മടങ്ങി വന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ജിം എലിയറ്റിന്റെ ഭാര്യയായ എലിസബത്ത് എലിയറ്റ് മറ്റു ചില സഹോദരിമാരും കൂടി തങ്ങളുടെ ഭർത്താവിനെ കാണുവാനായി അന്വേഷിച്ച് ഈ ഇക്വാഡോറിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടിടയായി. ഇക്വാഡോറിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത്, എലിസബത്ത് എലിയറ്റ് മനസ്സിലാക്കിയത്, ഇല്ല, തന്റെ ഭർത്താവ് ഇനിയും ജീവിച്ചിരിപ്പില്ല. ഈ നരഭോജികളായ ഇക്വാഡോറിലെ ഈ വ്യക്തികൾ തന്റെ ഭർത്താവിനെയും മറ്റു സഹോദരന്മാരെയും വിഷം പുരട്ടിയ കുന്തത്താൽ കൊന്നു കളഞ്ഞു എന്ന് മനസ്സിലാക്കിയത്, ഈ എലിസബത്ത് എലിയറ്റ് മനസ്സിലാക്കിയത് ഇക്വാഡോറിൽ കടന്നു ചെന്നപ്പോഴാണ്. ആ സഹോദരി ചെയ്തത് എന്താണ് എന്നറിയാമോ? തന്റെ ഭർത്താവിനെ കൊന്ന ആ വ്യക്തികളോട്
പകവെച്ചു പുലർത്തുകയല്ല ചെയ്തത്. തന്റെ ഭർത്താവ് എന്ത് ദൗത്യം നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിച്ചോ ആ ദൗത്യത്തിലേക്ക് ഇക്വാഡോറിലെ ആ നരഭോജികളായ വ്യക്തികളുടെ അടുക്കലേക്ക് ഈ എലിസബത്ത് എലിയറ്റും മറ്റു ചില സഹോദരന്മാരും സ്നേഹത്തിന്റെ സന്ദേശവുമായി കടന്നു ചെന്നു. അവരോട് പല രീതിയിൽ അവരെ സമീപിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇല്ല, ഇവര് മനുഷ്യനെ ഉപദ്രവിക്കുന്നവരല്ല, ഇല്ല, ഇവര് മനുഷ്യന് ദോഷം ചെയ്യുന്നവരല്ല, ഇല്ല, ഇവർ പറയുന്നത് കാര്യമുള്ള വാക്കുകളാണ്. ഇത് മനസ്സിലാക്കിയ ഇക്വാഡോറിലെ ആ നരഭോജികളായ വ്യക്തികൾ ഈ എലിസബത്ത് എലിയറ്റ് പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ ചെവി കൊടുക്കുവാനായിട്ട് ഇടയായി. തന്റെ ഭർത്താവായ ജിം എലിയറ്റിനെയും യുവാക്കളായ സഹോദരങ്ങളെയും വധിച്ച ആ മനുഷ്യരോട് ദൈവസ്നേഹത്തെ കുറിച്ച് എലിസബത്ത് എലിയറ്റ് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഒരു കാലത്ത് നരഭോജികളായിരുന്ന ഇക്വാഡോറിലെ ആ മനുഷ്യർ ഇന്ന് ജിം എലിയറ്റിന് പകരമായി ഈ സുവിശേഷവുമായിട്ട് അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുക. ഇന്ന് അവര് നരസ്നേഹികളായി മാറുവാനിടയായി. മനുഷ്യനെ വെറുക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു മതമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ മതം. ഈ ക്രിസ്തുമതം എന്നൊരു മതമല്ല കേട്ടോ. കർത്താവായ യേശു ഒരിക്കലും മനുഷ്യനെ വെറുക്കുവാനല്ല പഠിപ്പിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രൂശിൽ കടന്നുകൊണ്ട് പോലും കർത്താവായ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ വാക്കിതായിരുന്നു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാതെ കൊണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, എന്തിനാ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നത്? പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹം ലോകത്തോട് കാണിച്ചു തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നത്. നമുക്കറിയാം, ദൈവവചനം ഇപ്രകാരം പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് മനുഷ്യൻ പാപം ചെയ്യുക എന്നുള്ളത്. എന്താ പാപം? ദൈവത്തിന് ഇഷ്ടമല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപമാ. നീ നിന്റെ സഹോദരനെ പകച്ചാൽ, നീ നിന്റെ സഹോദരനെ വെറുത്താൽ, നീ മറ്റുള്ളവർക്ക് ദോഷം ചെയ്താൽ, സുഹൃത്തെ, അതൊക്കെ ദൈവം മുമ്പാകെ പാപമാ. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഏത് തിന്മ പ്രവൃത്തിയും ദൈവം പാപത്തിന്റെ പട്ടികയിലാണ് പെടുത്തുന്നത്. എന്നാൽ ഏത് തിന്മ ചെയ്യുമ്പോഴും, ഏത് കൊടിയ തിന്മ ചെയ്യുമ്പോഴും ദൈവത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. തിന്മയെ വെറുക്കുന്ന ദൈവം പാപിയെ, പാപം ചെയ്യുന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു. കർത്താവായ യേശു എന്തുകൊണ്ടാണ് തന്നെ ക്രൂശിച്ച ആ പടയാളികളെ നോക്കിയിട്ട് പോലും പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമേ എന്ന്? സുഹൃത്തുക്കളെ, തന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ആ പടയാളികളെ നോക്കിക്കൊണ്ട് ക്രിസ്തു സ്നേഹത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, മകനെ, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. തന്നെ പരിഹസിക്കുന്ന വ്യക്തികളെ നോക്കിയും ക്രിസ്തുവിന് പറയുവാൻ ഒരു വാക്കുണ്ടായിരുന്നു, മകനെ, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. ക്രൂശിൽ യേശുവിനോടുകൂടെ രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു എന്ന് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നുണ്ട്. രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ ക്രൂശിച്ചു എന്ന്. അവർ രണ്ടുപേരും ആദ്യം യേശുവിനെ പരിഹസിച്ചുവെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തി തനിക്ക് ഇപ്രകാരം ഒരു ചിന്ത വന്നു. തന്റെ അടുത്ത് നിൽക്കുന്ന ദുഷ്പ്രവർത്തിക്കാരനോട് അപ്പുറത്ത് ക്രൂശിക്കപ്പെട്ട ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അയ്യോ സുഹൃത്തെ, നമ്മളൊക്കെ ഈ ക്രൂശിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ന്യായമായിട്ടാ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഈ ക്രിസ്തു ഉണ്ടല്ലോ, ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കിയ ആ കള്ളൻ, ഞാൻ ആ കള്ളൻ എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ബൈബിൾ പറയുന്ന ദുഷ്പ്രവർത്തിക്കാരൻ. ആ ദുഷ്പ്രവർത്തിക്കാരൻ ഇങ്ങനെ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. ക്രൂശിൽ കടന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ക്രൂശിലെ ആ മൊഴി പറഞ്ഞ ആ കർത്താവ് ഈ കള്ളനോടായിട്ട് മറ്റൊരു മൊഴി പറഞ്ഞു. അത് ഇപ്രകാരമായിരുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവം പാപത്തെ വെറുക്കുന്നുവെങ്കിലും ഏത് പാപിയെയും ദൈവം സ്നേഹിക്കുന്നു.
ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് പല സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളോട് ഞങ്ങളുടെ പടിവാതിൽക്കൽ നിങ്ങൾ സുവിശേഷമായി വരരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവരെ വിട്ടിട്ട് പോകുവാൻ സാധിക്കത്തില്ല. കാരണം ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ പ്രകീർത്തിക്കുന്ന ഈ ക്രിസ്തു അവരെയും സ്നേഹിക്കുന്നു. യേശുവിനെ ഈ സുവിശേഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറം കാലുകൾ കൊണ്ട് ആട്ടി അകറ്റുമ്പോഴും കർത്താവിന്റെ സ്നേഹം ഞങ്ങളോട് പറയും, മകനെ അവരെ വിട്ട് പോകരുത്, അവർക്കും കൂടി വേണ്ടിയാണ് കാൽവറിയിലെ ക്രൂശിൽ ഞാൻ പരമയാഗമായി തീർന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണെന്നറിയോ ക്രൂശിൽ മരിച്ചത്? മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്നത് കൊണ്ട് പാപത്തിനൊരു പരിഹാര മാർഗം മറ്റാരാലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം, സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഒരു മനുഷ്യനെ പോലെ 33.5 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചു. എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണമെന്ന്, എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് തന്റെ ജീവിതത്തിലൂടെ ക്രിസ്തു ലോകത്തിന് കാണിച്ചു തന്നു. കേവലം മുക്കുവന്മാരായിരുന്ന തന്റെ ശിഷ്യന്മാർക്ക് പോലും ഗിരിപ്രഭാഷണത്തിലൂടെ നന്മയുടെ നല്ല വശങ്ങളെ ക്രിസ്തു സമൂഹത്തിന് വിളിച്ചോതി കൊടുത്തു. ഇന്നും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയോട് ചോദിച്ചാൽ പറയും, തന്റെ ജീവിതത്തെ സ്വാധീനിച്ച വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പറയും, ഈ 33 വയസ്സുവരെ മാത്രം ജീവിച്ച ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളാണ് എന്ന് പറയും. അങ്ങനെ നന്മയുടെ നൽവരങ്ങൾ മനുഷ്യരാശിക്ക് പകർന്നു വന്ന ക്രിസ്തു എനിക്കും നിങ്ങൾക്കും പകരമായി ഇന്നേക്ക് 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷ ക്രൂശിൽ തന്റെ കൈയിലും കാലിലും ക്രിസ്തു അനുഭവിച്ചു തീർത്തു. ഞാൻ ചിന്തിച്ച പാപപ്രവൃത്തികൾക്ക് ഫലമായി യേശുവിന്റെ തലയിൽ മുൾമുടി ചൂടുവാനായി ഇടയായി. ഞാൻ ചെയ്ത പാപപ്രവൃത്തികൾക്ക് പകരമായി ക്രിസ്തുവിന്റെ കൈയിലും കാലിലും കാരിരുമ്പാണികളാൽ തുളയ്ക്കപ്പെടുവാൻ ഇടയായി. ഞാൻ ചിന്തിച്ച ആ തിന്മയ്ക്ക് പകരമായി ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെടുവാൻ ഇടയായി. മുഴു രക്തവും അവിടെ നിന്ന് ഭൂമിയിലേക്ക് ധാരധാരയായി ഒഴുകുമ്പോൾ സ്വർഗം മറ്റൊരു വാക്കുകൂടി പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ദൈവത്തെ വെറുത്തു പോലും പാപത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോടും ചങ്കിലെ ചുടുനിണം ചൊരിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് പറയുവാനുള്ള വാക്യത, മകനെ നിന്നെയും ഞാൻ സ്നേഹിക്കുന്നു. ചൈനയിലെ ഇക്വഡോറിലെ ആ വ്യക്തികൾ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി. അവർ യേശുവിലേക്ക് തിരിഞ്ഞു. ഒറീസയിലെ മണ്ണിൽ ഗ്രഹാം സ്റ്റേറ്റ്സിനെ ചുട്ടുകൊണ്ട നാട്ടിൽ ഇന്നും യഥാർത്ഥ ദൈവസ്നേഹം അറിഞ്ഞുകൊണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് തിരിയുന്നു. അമേരിക്കയിൽ നിന്ന് വലിയൊരു ആത്മീക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു. സഭകളിലേക്ക് ആളുകൾ ഓടിയെത്തുവാൻ തുടങ്ങി. ഒരു ചാർലി കിർക്കിനെ വധിച്ചപ്പോൾ ലോകത്തിന് മുമ്പിൽ ഈ സന്ദേശം പിന്നെയും ഉച്ചത്തിൽ മുഴങ്ങുവാനിടയായി. ദേശവാസികളായി നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുവചനം ഞങ്ങൾ പറയുന്നത് ഏത് സ്ഥലത്തും പോയി പറയുന്നതിന്റെ ഉദ്ദേശം, പ്രിയമുള്ളവരെ, ഇത് വെറുപ്പിന്റെ സന്ദേശമല്ല, ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഇത് പകയുടെ സന്ദേശമല്ല, ഇത് ക്ഷമയുടെ സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന സന്ദേശമല്ല, പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന സന്ദേശമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്ക് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ആ അനുഭവിച്ചറിഞ്ഞവരാ, യേശുവിനെ കണ്ടുമുട്ടിയവരാ, ദൈവസ്നേഹം ഇന്നും രുചിച്ചറിയുന്നവരാ. കേൾവിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിക്കുവാൻ. ചാർലി കിർക്കിന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു. ജിം എലിയറ്റിന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു. ഗ്രഹാം സ്റ്റേൻസിന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു. ഒരു ദൈവ പൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ.